വീണ വിജയനെതിരെ SFIയുടെ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് ഇന്ന് മാധ്യമങ്ങളിലെ വെടിക്കെട്ട് തലക്കെട്ടാണ്. കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയാകാറായി. അതിൽ ഹൈക്കോടതിയുടെ സ്റ്റേയും വന്നു. എന്നാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും കുറ്റപത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? സ്വാഭാവികമായും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ രേഖ കോടതിയുടെ പക്കലാണ്. കോടതി എടുത്ത് മാധ്യമങ്ങൾക്ക് ഈ രേഖ കൊടുത്തോ? ഇല്ല. അപ്പോൾ എവിടെ നിന്നായിരിക്കും മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയിട്ടുണ്ടാവുക? അത് SFIയിലെ ഉദ്യോഗസ്ഥർ ചോർത്തി കൊടുക്കുകയാണ്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ചോർത്തി കൊടുത്തിരുന്നു. അത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടി. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ഒരു കഷ്ണം കട്ട് ചെയ്ത് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. എന്തിനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്? അതും ഉദ്യോഗസ്ഥർ നേരിട്ട് മാപ്രകളെ വിളിച്ചിട്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ഇല്ലെങ്കിലും വാർത്തകൾ വന്നുകൊണ്ടിരുന്ന് ആൾക്കാർക്ക് ഇതിൽ എന്തോ ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കുക. ഇന്നിപ്പോൾ മാതൃഭൂമി കൊടുത്തിരിക്കുന്ന വാർത്ത നോക്കിയേ. വായ്പ തിരിച്ചടയ്ക്കാൻ വീണ വിജയൻ CMRL ഫണ്ട് ഉപയോഗിച്ചെന്ന് SFIO കുറ്റപത്രം. എന്താണ്? വായ്പ തിരിച്ചടയ്ക്കാൻ വീണ വിജയൻ CMRL ഫണ്ട് ഉപയോഗിച്ചെന്ന് SFIയുടെ കുറ്റപത്രം. ഇതിലെന്താണ് പ്രശ്നം? വായ്പ തിരിച്ചടയ്ക്കുക, അത് ഒരു കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനമാണോ? അല്ല. പിന്നെ CMRL ഫണ്ട്, എന്താണ് CMRL ഫണ്ട്? തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ അങ്ങ് ഊഹിക്കത്തുള്ളൂ. CMRL ഫണ്ട് എക്സാലോജിക് എന്ന വീണ തൈക്കണ്ടിയുടെ കമ്പനിയും ഒപ്പം CMR കമ്പനികൾ തമ്മിലുള്ള രേഖ, ആ രേഖ പ്രകാരം അവർക്ക് മാസം സർവീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുക CMRL GST ഉൾപ്പെടെ അടച്ചുകൊണ്ട് വീണ വിജയന് കൈമാറിയിട്ടുണ്ട്. ആ തുക, അതിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് അവർ അതേ കമ്പനിയുടെ മറ്റൊരു കമ്പനിയിൽ നിന്നെടുത്ത വായ്പ അടച്ചു. തൂക്കിക്കൊല്ലണ്ടേ? അത്രമാത്രം ശിക്ഷയല്ലേ ചെയ്തിരിക്കുന്നത്? തനിക്കുള്ള കമ്പനിയിലേക്ക് ഒരു വരുമാനം വരുന്നു, ആ വരുമാനത്തിൻ്റെ ഒരു വിഹിതം താൻ വായ്പയായി എടുത്തത് തിരിച്ചടച്ചു. എന്തൊരു ഗുരുതര കുറ്റം! ഇതിനെയാണ് വളച്ചൊടിച്ച് CMRL ഫണ്ട് ഉപയോഗിച്ചു. എങ്ങനെയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്താ സൃഷ്ടി? ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് മാസം വരുമാനമുള്ള വ്യക്തിയാണ്. എന്ത് തരം വരുമാനം ആയിക്കോട്ടെ, ശമ്പളമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സേവനത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സർവീസിങ്ങിനായിക്കോട്ടെ, എന്തെങ്കിലും ഒരു വരുമാനമുണ്ട്. അതേ കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾ അത്യാവശ്യത്തിന് ഒരു വായ്പയും എടുത്തു. കമ്പനി നിങ്ങൾക്ക് മാസം മാസം തന്നുകൊണ്ടിരിക്കുന്ന തുക, നിങ്ങളുടെ വരുമാനം, ആ വരുമാനത്തിൽ നിന്നെടുത്ത് ഈ കമ്പനിക്ക് തന്നെ ഒരു വിഹിതം അടച്ചു കൊടുത്താൽ ഈ നാട്ടിൽ തൂക്കിക്കൊല്ലാനുള്ളൊരു കേസായില്ലേ? എങ്ങനെയുണ്ട്? SFIO പുതിയ അലുവ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത കാര്യമാണ്. അതുമായി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മാപ്ര പോലും കേരളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ വായ്പാ തുക അവർക്ക് വന്ന വരുമാനത്തിൽ നിന്ന് തിരിച്ചടച്ചതിൽ എന്താണ് തെറ്റ്? ഇനിയിപ്പോൾ അവരൊരു മാസപ്പടി എന്നൊരു വാക്കുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ആ വാക്കെടുത്ത് ഇവിടെ പ്രയോഗിക്കാതെ CMRL ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഏതോ ഫണ്ട് അവർ വാങ്ങിച്ചു എന്ന് തോന്നണം. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇമാതിരി ആൾക്കാരെ ഊളയാക്കുന്ന രീതിയിൽ അയാൾക്ക് കിട്ടിയ വരുമാനം അത് മാസം തോറും ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കരാർ വ്യവസ്ഥയിലുള്ള IT സൊല്യൂഷൻ പ്രവർത്തനങ്ങൾക്ക് പണം കിട്ടിയിരുന്നു. ആ പണത്തിൽ നിന്ന് വായ്പ എടുത്ത തുക തിരിച്ചടച്ചാലും അതെന്തോ വലിയ അപരാധമാണത്രേ. കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്ന എന്തെങ്കിലും അഭിപ്രായമാണോ ഇത്? പക്ഷേ അവർക്ക് കോടതി വരാന്തയിൽ ഇത് നിൽക്കണമെന്നേ ആഗ്രഹമില്ല. അത് നമ്മുടെ മാപ്രകളെ കൊണ്ട് അവർ ചവിട്ടിത്താഴ്ത്തിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടിട്ട് ഈ വിഷയത്തിൽ മിക്ക ദിവസവും വാർത്തയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കണം. അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന നാറിയ എഴുത്താണ് ഇന്ന് ഈ കണ്ടിരിക്കുന്ന വാർത്തയെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്. എന്തായാലും കമ്പനികൾ തമ്മിലുള്ള കരാറിനെ സംബന്ധിച്ച് പരിശോധിച്ച വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജിയെടുത്ത് തോട്ടിലെറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. SFIയുടെ ഇപ്പോഴത്തെ കുറ്റപത്രത്തിന് ഹൈക്കോടതി സ്റ്റേ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഇത്ര ഗുരുതരമായ തെറ്റുകൾ ചെയ്തു എന്ന് മാധ്യമങ്ങളും ഇവരും പറയുന്നു. പക്ഷേ കോടതികൾക്കത് തോന്നുന്നില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഒരു സംവിധാനത്തിനെതിരെ അപകീർത്തിപ്പെടുത്താൻ, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇല്ലാത്തതുണ്ട് എന്ന് വരുത്താനുള്ള പരിശ്രമമാണ്. അങ്ങനെ വാർത്ത നിലനിർത്തി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ നാട് നീളെ നടന്ന് പാടാനുള്ള ഓരോ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ അവർ പുറത്തേക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമതിലില്ല.
അവർക്ക് വന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് വായ്പാ തിരിച്ചടവ് നടത്തിയാൽ അതെന്തോ വലിയ കുറ്റമാണത്രേ. പിന്നീട് മറ്റേതോ ഒരു ചാനൽ വാർത്തയിൽ കണ്ടു വായ്പ വകമാറ്റി ചെലവാക്കിയത്രേ. ഒരാൾ വായ്പ എടുത്താൽ ആ വായ്പയിലും വകമാറ്റൽ പോലും. സ്വന്തം നിലയ്ക്ക് ഒരു കമ്പനി വായ്പ എടുത്തിട്ട് അത് എന്തിന് ചെലവാക്കണമെന്ന് കമ്പനിയല്ല ഈ പറയുന്ന SFIO ആണ് തീരുമാനിക്കുന്നു എന്ന രീതിയിലൊക്കെ എത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ ചില വാർത്തകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി വെറും മരപ്പൊട്ടന്മാരായി അഭിനയിക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്.